നമസ്കാരം. CPIയുടെയും RJDയുടെയും എതിർപ്പ് മറികടന്ന് പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനം. ഇടതുമുന്നണി യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ആക്ഷേപങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകണമെന്നും യോഗത്തിൽ തീരുമാനിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് എന്നിവർ ബ്രൂവറി വിഷയത്തിൽ പാർട്ടിയുടെ എതിർപ്പ് അറിയിച്ചിരുന്നു. കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ലെന്നും സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണിതെന്നുമാണ് CPM സ്വീകരിച്ച നിലപാട്. കിഫ്ബി ടോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും യോഗത്തിൽ തീരുമാനിച്ചു. ഇടതുമുന്നണി യോഗം ഇന്ന് 3 മണിക്കൂർ നീണ്ടു. സ്വകാര്യ സർവകലാശാല ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തു. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കില്ലെന്നും ബ്രൂവറി സർക്കാരിന്റെ ഭരണപരമായ നടപടിയാണെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. 2023-2024 കേരളത്തിന്റെ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ LDF വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് കേരളത്തിന് ആവശ്യമായ സ്പിരിറ്റും മദ്യവും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന്. അതിന് നേരത്തെ തന്നെ ശ്രമം തുടങ്ങിയിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കിഫ്ബി സംരക്ഷിക്കേണ്ടത് കേരളത്തിന്റെ ഭാവി വികസനത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബ്രൂവറി സ്ഥാപിക്കുക എന്നത് സർക്കാരിന്റെ ഭരണപരമായ നടപടിയുടെ ഭാഗമാണെന്ന് TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. അത് ആ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. പല ആശങ്കകളും ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കുമോ എന്നെല്ലാമാണ് ആ ആശങ്കകൾ. ഒരു തരത്തിലും ഇവ രണ്ടിനെയും ബാധിക്കാത്ത നിലയിലായിരിക്കണം ഇത്തരം പദ്ധതികൾ മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുന്ന നിലപാട് തന്നെയാണ് LDF സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വ്യത്യസ്തങ്ങളായ പാർട്ടികളുണ്ട്. അവർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞെന്നിരിക്കും. അതെല്ലാം മുന്നണിക്കകത്ത് ചർച്ച നടത്തി ഏകീകരിച്ച് ധാരണയിലെത്തി നടപ്പിലാക്കുക എന്നതാണ് പൊതുവെ സ്വീകരിക്കുന്ന നിലപാട്. ജനങ്ങളോടാണ് എപ്പോഴും കൂട്ടുത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിറവേറ്റി പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. കിഫ്ബി വൻകിട പദ്ധതികൾക്കും ചെറുകിട പദ്ധതികൾക്കും ഒരുപോലെ പണം ചെലവഴിക്കുന്നുണ്ട്. വൻകിട പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതുവഴി ധനം സമാഹരിക്കുന്നതിനുള്ള നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. കിഫ്ബിയുടെ സംരക്ഷണത്തിന് അത് ആവശ്യമാണ്. ടോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പരിഗണനയിലുള്ള വിഷയമാണെങ്കിൽ സർക്കാരും ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. സർക്കാർ എല്ലാ വശവും പരിഗണിച്ച് തീരുമാനമെടുത്ത ശേഷമേ ആ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ. വരുമാനം ആർജിക്കുന്നതിനുള്ള സോഴ്സ് കണ്ടുപിടിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് LDFന് അഭിപ്രായമുണ്ട്. കിഫ്ബി സംരക്ഷിക്കണം. അത് കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് ആവശ്യമാണ്. ഈ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു.